ഹലോ ഗൈസ്, ഡ്രീം ഹോംസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കോഴിക്കോട് കാക്കൂർ പാവണ്ടൂർ റോഡിൽ കേട്ടോ. ഈ കാണുന്ന പുതിയ വീടാണ്, 2 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ വീടിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നമ്മൾ ഡ്രീം ഹോംസിനെ കുറിച്ച് പറയാം. നമ്മൾ ഡ്രീം ഹോംസ് കണ്ടിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് നമ്മൾ യൂട്യൂബിൽ ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ള് പുതിയ വീടുകൾ മാത്രമാണ് ഉൾക്കൊള്ളിക്കുന്നത്. നമ്മൾ അതായത് 1 വർഷം 2 വർഷം ഉപയോഗിച്ച വീട് പോലും നമ്മൾ കാണിക്കില്ല. പുതിയ വീടുകൾ അതായത് ഫസ്റ്റ് നിങ്ങൾ താമസിക്കുന്ന രീതിയിലുള്ള അങ്ങനെ പണി തീരുന്ന പുതിയ വീടുകൾ മാത്രം കാണിക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ പുതിയ വീടുകൾ നോക്കുന്ന ആൾക്കാർ മാത്രം നമ്മളെ ഈ ചാനലിൽ നോക്കിയാൽ മതി. അപ്പം ഈ വീടിനെ കുറിച്ച് പറയാം. നമ്മളൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 23-24 ലക്ഷം രൂപ ഒക്കെ ബഡ്ജറ്റിൽ ഒരു ചെറിയ വീട് നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീടാണിത്. ചെറിയ ബഡ്ജറ്റ് നോക്കുന്ന ആൾക്കാർ മാത്രം ഈ വീട് നോക്കിയാൽ മതി. കാരണം ഇതൊരു 24 ലക്ഷം രൂപയുടെ താഴത്തേക്ക് വില വരുന്ന ഒരു വീടാണ്. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല വീതിയുള്ള ഒരു കോൺക്രീറ്റ് റോഡാണ് ഈ കാണുന്നത്. ഈ കോൺക്രീറ്റ് റോഡിൻ്റെ ഫ്രണ്ടേജിലായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള, നല്ല കാണാൻ ഭംഗിയുള്ളൊരു വീടാണ്. ഒരു കുഞ്ഞു വീട് കേട്ടോ. ഇപ്പോൾ ഒരു വീടും ഇതൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം, ഈ ചെറിയ 20 ലക്ഷം 22 ലക്ഷം രൂപയൊക്കെ പഴയ വീടുകളാണ് അധികം കിട്ടുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു വീട്, നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു വീട് കിട്ടാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് കാണിക്കുന്നത്. നമ്മളെ വീടിൻ്റെ മുൻവശത്ത് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ ചെറിയൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മാരുതീൻ്റെ ആൾട്ടോ 800 അല്ലെങ്കിൽ ഒരു വാഗനർ കാർ നിർത്തിയാൻ പറ്റുന്ന ചെറിയൊരു കാർ പോർച്ച് ഏരിയ ഉണ്ട്. മുന്നിലൊന്ന് വൃത്തിയാക്കാനുണ്ട്. മുന്നിൽ നമുക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ അവിടെയൊക്കെ 2 കാറൊക്കെ നിർത്തിയിട്ടുള്ള സ്പേസും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറ്റിയിട്ടുള്ളത് നല്ലൊരു പുതുപുത്തൻ കുഞ്ഞൻ വീട് കേട്ടോ. ഭംഗിയുള്ളൊരു കുഞ്ഞൻ വീടാണ്. അപ്പം ഈ വീട് നല്ല ക്വാളിറ്റിയിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് ഒരു എന്താ പറയുക, ടോപ്പ് ക്വാളിറ്റി എന്ന് ഞാൻ പറയില്ല, പക്ഷെ എന്നാലും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നിലം ഫുള്ള് മാർബിളാണ്, ടൈൽ ഉപയോഗിച്ചിട്ടില്ല. ഈ വീടിൻ്റെ ഉൾവശം ഫുള്ള് മാർബിളാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മതിയല്ലോ ഏകദേശം എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുന്നുള്ളത്. പിന്നെ അതിൻ്റെ മേലോട്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നില്ല, ഈ കാണുന്ന പോയിന്റുകൾ കാണുന്നില്ലേ, ഈ പോയിന്റുകളൊക്കെ പുതിയ മോഡൽ LED ലൈറ്റുകളാണ്. എന്ന് വെച്ചിട്ട് എന്താ പറയുക, ഒരു മോശമാക്കുന്ന രീതിയിലൊന്നും വെച്ചിട്ടില്ല. ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഒരു 2 ചെറിയ കട്ടിങ് കൊടുത്തിട്ട് അതിൽ ഫുള്ള് ലൈറ്റ് വെച്ചിട്ട് ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു ഓമനത്വം തോന്നിക്കുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുന്നിലിപ്പോൾ പെയിൻറ്റിങ് കാണാൻ ഒരു മഞ്ഞ പെയിൻറ്റ്, ഒരു ഐഡൻറ്റിറ്റി ആയിട്ട്. അതുപോലെ തന്നെ ഒരു മഞ്ഞ ലൈന് മുകളിൽ ഭാഗത്തൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് കാണുമ്പോൾ 2 പൈപ്പ് ലൈൻ കാണാം. ഈ വീട്ടിൽ കിണറില്ല, പകരം ജപ്പാൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിൻ്റെ വെള്ളത്തിൻ്റെ കണക്ഷനും പിന്നെ വേറെ എനിക്ക് തോന്നുന്നു ഇത് ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഒരു കണക്ഷനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു 2 കണക്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ വെള്ളം ലഭിക്കുന്നത്. ഈ കാണുന്ന പോലെ വീട് ഒരു ചെറിയ കുഞ്ഞ് സുന്ദരം വീടാട്ടോ. അപ്പം വലിയൊരു ആഡംബരമൊന്നും ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു 20-22 ലക്ഷം റുപ്യക്ക് പഴയ വീട് മാന്തി പൊളിച്ച വീടുകളൊക്കെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ബഡ്ജറ്റിലൊന്നും ഇപ്പോൾ ആരും വീട് ഉണ്ടാക്കുന്നില്ല കേട്ടോ. വേറൊരു കാര്യം, 20-22 ലക്ഷം റുപ്യക്ക് പുതിയ വീടൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാവരും പൈസ കാർത്തി പിടിച്ചിട്ട് 45-ഉം 4 ബെഡ്റൂമും 3 ബെഡ്റൂമൊക്കെ ഉള്ള വീട് ഉണ്ടാക്കി വിൽക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു കുഞ്ഞൻ വീട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതുപോലുള്ള പാവപ്പെട്ട ടീമുകളും അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റില്ലാത്ത ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാട്ടോ. അപ്പോൾ ഈ വീട് എനിക്ക് ഉണ്ടാക്കിയ ആളോട് ഭയങ്കര ബഹുമാനം തോന്നുന്ന ഈ ഒരു കാരണമാണ്. കാരണം എല്ലാവർക്കും വീട് വേണ്ടേ. ഒക്കെ ഇപ്പോൾ ഞാൻ ഈ വീട് എടുക്കാൻ പോകുമ്പോൾ തന്നെ എനിക്കറിയാം, എല്ലാവരും വലിയ വീടുകൾ, അതായത് 2-3 ബെഡ്റൂം 4 ബെഡ്റൂമുള്ള വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നല്ല ലാഭം വാങ്ങിയെടുക്കുന്ന ഈ കാലത്ത് ഇങ്ങനെ ഒരു കുഞ്ഞൻ വീടുണ്ടാക്കിയിട്ട് വലിയൊരു ലാഭമൊന്നും എടുക്കാത്ത ഇങ്ങനെയും കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് വീടാട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചെറിയ ഫാമിലിയിൽ മാത്രം വന്നാൽ മതി ഇങ്ങോട്ട്. ഞാൻ അധികം ആഡംബരമായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. ഈ മുന്നിൽ ഈ കാണുന്ന ഒരു സ്ഥലമാട്ടോ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അത്യാവശ്യം ഇവിടെ ഇപ്പോൾ കോമ്പൗണ്ടുകൾ കെട്ടിയാലും പൂച്ചെടിയൊക്കെ വെക്കാനും ഒക്കെ ഒരു സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയാക്കാത്തതിൻ്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ കൊലായിക്ക് അത്യാവശ്യം വലുപ്പമുള്ള മാർബിളാണ് കേട്ടോ. അതൊക്കെ മാർബിളാണ്. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുണ്ട്. അന്ന് ഓവർ വലുപ്പമൊന്നും ഞാൻ പറയില്ല, പക്ഷേ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. ഈ ഒരു ഹാള് L ഷേപ്പിലാട്ടോ, കണ്ടില്ലേ, ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് ഈ ഒരു ഹാള് കിടക്കുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഇവിടെ
ഒരു ഡൈനിങ് റൂം അവിടെ ആക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ടി വി ഒക്കെ വെച്ചിട്ട് ഒരു സോഫ ഇവിടെ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ടി വി വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ചുമൻ്റെ മുകളിൽ ഇവിടെ ടി വി വെക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ സോഫ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു കയറി വരുമ്പോൾ ഇരിക്കുന്ന ഒരു സെറ്റപ്പ് ആക്കാൻ പറ്റും. ഇവിടെ ഒരു ഡൈനിങ് റൂം ആക്കാൻ പറ്റും. ഇത് കിച്ചണാണ്. കിച്ചൺ നീളത്തിലാട്ടോ, വലിയൊരു ആഡംബരമൊന്നും ഇല്ല കിച്ചണ്. ഈ കാണുന്നൊരു വലുപ്പമേ ഉള്ളൂ. അത് ഫുള്ള് മാർബിൾ ചെയ്താണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഞാൻ അതാ പറഞ്ഞ ആഡംബരമൊന്നും നമ്മളെ ഈ വീടിനില്ല. ഉള്ളതൊക്കെ നല്ലൊരു ചെറിയൊരു കുഞ്ഞു വീടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബഡ്ജറ്റുള്ള ആൾക്കാരൊക്കെ വന്നാൽ മതി. ഞാനിപ്പോൾ എന്താ പറയുക 20-22 ലക്ഷം റുപ്യക്കൊന്നും ഇപ്പോൾ ഒരു ആ രീതിയിലുള്ള വലിയ വീട് കിട്ടാൻ പ്രയാസമാണ്. അതും പുതിയ വീട് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ കണ്ടില്ല, ഇവിടെ നമ്മൾ ഒരു വാഷ് ബേസിൻ്റെ സെറ്റപ്പ് വരും. അതുപോലെ തന്നെ ഈ വീട് സ്റ്റെയർ കേസ് ഉള്ള വീടാണ്. കണ്ടില്ലേ, മുകൾ വശത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ താഴെ ഭാഗത്തേക്ക് ഇവിടേക്ക് ചെറിയൊരു സ്റ്റെയർ കേസ്, ഇങ്ങനെ കമ്പീൻ്റെ സ്റ്റെയർ കേസ് വരും. അത് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ വേറെ ഇപ്പം മരത്തിൻ്റെ പുതിയ ഡിസൈനൊക്കെ ഉണ്ടല്ലോ, ഏത് രീതിയിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ ഓപ്പൺ ആക്കി ഇട്ടതാണ്. അപ്പോൾ അത്രയും സൗകര്യമാണ് ഈ കാണുന്ന താഴെ ഭാഗത്തുള്ളത്. ഇനി ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമാണ്. അതുപോലെ സ്വിച്ചൊക്കെ ആവശ്യത്തിന് ക്വാളിറ്റി ഉള്ള സ്വിച്ച് തന്നെയാണ്. ഒന്നും മോശമാക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഡോറൊക്കെ നമ്മൾ സാധാരണ ഈ ഒരു വെക്കുന്ന ഇങ്ങനത്തെ ഡോറാട്ടോ. അതുപോലെ ഇതൊക്കെ നല്ല മരത്തിൻ്റെ തന്നെ വാതിൽ കൂടിയാണ്. അതുപോലെ തന്നെ ഇത് ബാത്റൂമാണ്. ഇത് ഫുൾ പണി കഴിച്ചു തരും കേട്ടോ. ബാത്റൂം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബാത്റൂമാണ്. ഈ റൂം വേണം നമുക്ക് ഭാവിയിൽ അറ്റാച്ച്ഡ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം വേണമെങ്കിൽ നമുക്ക് അവിടെ അറ്റാച്ച്ഡ് റൂം ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. 2 ബെഡ്റൂമിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അത് അറ്റാച്ച്ഡ് ആക്കാനുള്ള സൗകര്യം ഈ വീടിന് ഓൾറെഡി ഉണ്ട്. നിലവിൽ അറ്റാച്ച്ഡ് അല്ല എന്നുള്ളൂ, കാരണം കോമൺ ആയിട്ടാണുള്ളത്. നമ്മളെ ബഡ്ജറ്റ് ചുരുക്കുന്ന ഭാഗമായിട്ട് ഈ രീതിയിലുള്ള കുറച്ച് കോംപ്രമൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലാതായി ഇവിടെ പൊളിച്ചു കഴിഞ്ഞാൽ ഈ റൂം അറ്റാച്ച്ഡായി. പിന്നെ ഈ ഒരു റൂമിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ ഈ റൂമിന് ഇതാ അവിടെ ബാക്കിൽ ഇഷ്ടം വരെ സ്പേസ് ഉണ്ട്. ഒരു ബാത്റൂം ഉണ്ടാക്കാനുള്ള സ്പേസ് അവിടെ എന്തായാലും ഉണ്ട്. അപ്പോൾ 2 ബെഡ്റൂം അറ്റാച്ച്ഡൊക്കെ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഒരു വീടിൻ്റെ ഉൾവശം കിടക്കുന്നത്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് വീടിൻ്റെ മുകൾഭാഗമുള്ളത്. നല്ല ഫിറ്റ് ഫിനിഷുള്ള തേപ്പൊക്കെ നല്ല വൃത്തിയുള്ളൊരു തേപ്പാണ്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമുക്ക് നല്ല മരത്തിൻ്റെ ജനവാതിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, ഒക്കെ നല്ല മരത്തിൻ്റെ സൂപ്പർ ജനവാതിലാണ്. സ്വിച്ചുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചാണ്. അന്ന് മോശമാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ കയറി വരുന്ന ഡോറാട്ടോ. ഈ കാണുന്ന ഡോറൊക്കെ നല്ല മരത്തിൻ്റെ ഡോറ് തന്നെയാണ്. അതിലും കണ്ടില്ലേ 4 ലോക്കൊക്കെ വരുന്ന പുതിയ മോഡൽ ലോക്ക് സെറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാര്യമാണ് ഇതിൻ്റെ ഉൾവശത്തുള്ളത്. ഇനി നമ്മൾ വീടിൻ്റെ ഇടതുവശത്തേക്ക് പോവാണ്. ഇടതുവശത്ത് നമുക്ക് ഈ ഒരു റോഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നേരെ മേലോട്ടേക്ക് പോകുന്നുണ്ട്. ഈ റോഡ് നേരെ മേലോട്ടേക്ക് കുറച്ച് വീട്ടുകൾ, ഒരു 1-2 വീട് അവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാറ് വേണമെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ഒരു ഏരിയയിൽ നിർത്തിയിടാനുള്ള അത്ര സ്പേസ് ഉണ്ട് കേട്ടോ. ഒരു അടുപ്പിച്ച് നിർത്തുകയാണെങ്കിൽ ഒരു ലോറി നിർത്തിയിടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു കാണുന്ന ഒരു ഭാഗത്തുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ നേരെ ഒരു ലോറി മേലോട്ട് കൊണ്ടുപോയിട്ട് നേരെ ബാക്കോട്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ നിർത്തിയിട്ടുള്ള അത്രയും സ്പേസ് ഉണ്ട്. ഞാൻ ഏകദേശം നിങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു വലുപ്പം പറയാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ നിലവിൽ 4 സെൻറ്റ് സ്ഥലം വീടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന കമ്പി ഉണ്ടല്ലേ, ഈ കമ്പീൻ്റെ അടുത്തുനിന്ന് ഈ വീട് ഇങ്ങനെയുള്ളത് 4 സെൻറ്റ് സ്ഥലം വീടാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 4 സെൻറ്റ് സ്ഥലം വീടും ആകുമ്പോൾ ഒരു 24-23 ഉറുപ്പിക ചോദിക്കും. പ്രൈസ് നെഗോഷ്യബിൾ കുറയും കേട്ടോ. ചോദിക്കുന്ന വില ഒന്നും നോക്കണ്ട, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിത്തരാം. ഇനി നിങ്ങൾക്ക് അത് പോരാ, ഒരു കുറച്ചുകൂടി സ്ഥലം കൂടുതൽ വേണമെന്നൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്നുണ്ടല്ലേ, അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണുന്ന ഈ വൃത്തിയാക്കിയിട്ട് ഒരു 3.5 സെൻറ്റ് സ്ഥലം, ഈ 3.5 സെൻറ്റ് സ്ഥലവും നമുക്ക് കൊടുക്കാനുള്ള സ്ഥലം കേട്ടോ. അല്ലേ, ഈ 3.5 സെൻറ്റിൽ 2 തെങ്ങയിലുണ്ട്. ഈ 3.5 സെൻറ്റ് സ്ഥലവും നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചതാണ്. അങ്ങനെ ആകുമ്പോൾ അത് ഇവിടെ നിന്ന് തൊട്ടിട്ട് അതുവരെ വീടും ഉണ്ടാവും, സ്ഥലം ഇതൊക്കെ ഉണ്ടാവും. കോമ്പൗണ്ടുകൾ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് തൊട്ട് ഇതുവരെ കെട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 29 ലക്ഷം റുപ്യേൻ്റെ ചോട കേട്ടോ. 29 ലക്ഷം റുപ്യേൻ്റെ ചോട ഇത് മൊത്തത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ 7 സെൻറ്റ് സ്ഥലവും 2 ബെഡ്റൂമുള്ള വീടാവും. ആ രീതിയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ നോക്കാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ 4 സെൻറ്റ് സ്ഥലം വീടും തന്നെ നോക്കാവുന്നതാണ്.
അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എന്താക്കുക, വിളിക്കുക. നമ്മളെ ഡ്രീം ഹോംസിൽ ഇതുപോലുള്ള പുതിയ വീടുകൾ ഉൾവശമൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയുള്ള വീഡിയോകളൊക്കെ അധികം വരിക. നമുക്ക് ചാവി കിട്ടാണ്ട് ഉള്ള പ്രശ്നം വരുമ്പോൾ ഉൾവശം കാണിക്കാതെ വീഡിയോ ചെയ്യുള്ളൂ. പിന്നെ പുതിയ വീടുകളാണ്, പുതിയ വീടുകൾ മാത്രം കേട്ടോ, പുതിയ വീടുകൾ മാത്രം ചാകരയാണ്. നിലവിൽ നമ്മൾ കോഴിക്കോട് മാത്രമാണ് കാണിക്കുന്നത്. ഭാവിയിൽ നമ്മൾ എല്ലാ ജില്ലയിലേക്കും വരുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മളെ ചാനലിൽ വിടുന്നതാണ്.